ഹലോ, നമ്മളെന്ന് പറയാൻ പോകുന്നത് പുതിയൊരു ലോൺ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ അടുത്ത് വാട്സപ്പിൽ അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ആപ്ലിക്കേഷൻ ഫേക്ക് ആണോ, ഇതൊന്ന് ലോൺ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ആപ്ലിക്കേഷൻ റിവ്യൂ എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ 21 വയസ്സ് മുതൽ 55 വയസ്സുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 5000 തൊട്ട് 1 ലക്ഷം വരെയുള്ള എമൗണ്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ടെന്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 7 ഡേയ്സ് തൊട്ട് മാക്സിമം 1 വർഷം വരെ ടെന്യൂറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കസാർ ക്രെഡിറ്റ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള NBFC ആണ് നമുക്ക് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള NBFC ആണ്. 2024 റിലീസായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പിന്നെ നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതേ അപ്രൂവൽ കിട്ടുന്ന സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ കൂടുതലും സാലറിഡ് ആയിട്ടുള്ളവർക്കാണ് ഇതിൽ അപ്രൂവൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് വെച്ചാൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സാലറി ബേസുള്ള ലോണൊക്കെ നോക്കി കിടക്കുന്നവരാണ്, ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സാലറി ബേസുള്ള ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ EMI കാർഡുകളിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേലാറ്ററുകളിലൊക്കെ ലിമിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. സാലറി ഓൺ ടൈം എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഫോൺ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് ഒരു OTP ബേസ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം ലോഗിൻ ചെയ്തതിനു ശേഷം നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പറും നമ്മുടെ മന്ത്ലി ഇൻകം അടിച്ചു കൊടുക്കേണ്ട സെക്ഷനാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. മന്ത്ലി ഇൻകം അടിച്ചു കൊടുക്കുമ്പോൾ 25,000 മേലെ അടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് മെയിൽ ID, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്, മാരിറ്റൽ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മുടെ റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ്. അതിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സും പിൻകോഡ് ഡീറ്റെയിൽസൊക്കെ ഇല്ലേ, അതൊക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യേണ്ട സെക്ഷനാണ്. അവിടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, മോഡ് ഓഫ് പേയ്മെൻറ്റ്, സാലറി ഡേറ്റ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. മോഡ് ഓഫ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ മന്ത്ലി ഇൻകം അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ അടിച്ചതിന് ശേഷം പിന്നെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷൻ പറയുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചെക്ക് അവൈലബിലിറ്റി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് താഴെ. കുറച്ച് ഡീറ്റെയിൽസ് മേലെ കാണിക്കും. അതുകൊണ്ട് അങ്ങനെ കാണിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ റിജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ സ്റ്റെപ്പ് കാണിക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. അതിൽ എൻ്റർ ലോൺ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടോ, അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ലോൺ കാൽക്കുലേറ്റർ കാണിക്കും. ലോൺ കാൽക്കുലേറ്ററിൽ നമുക്ക് ലോൺ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ 5000 ജസ്റ്റ് 7 ദിവസത്തേക്കാണ് അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് 350 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 5350 ആയിട്ട് അടയ്ക്കാം 7 ദിവസം കൊണ്ട് 5000. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എമൗണ്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് 37,000 40 ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് വരുന്നത് 14,800 ഇൻട്രസ്റ്റ് മാത്രമായിട്ട് വരുന്നത്. അതായത് ടോട്ടൽ 37,000 കയറും. നിങ്ങൾ 40 ദിവസം കൊണ്ട് തിരിച്ച് 51 അടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുക. ഇവിടെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 40 ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ 2000 ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 7,000 അടയ്ക്കുക. അതായത് 5000 ലോൺ എടുത്തു കഴിഞ്ഞാൽ 40 ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 7,000 അടയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഇവിടെ മോഡ് ഓഫ് വർക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് ഡീറ്റെയിൽസോട് ചോദിക്കുന്നുണ്ട്. വർക്ക് ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, കമ്പനി ടൈപ്പ് ചോദിക്കുന്നുണ്ട്, കമ്പനി നെയിം, അതുപോലെ കമ്പനി ഡെസിഗ്നേഷൻ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് നമ്മുടെ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് എടുത്തിട്ട്. അതുപോലെ തന്നെ ഇവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്, സാലറി സ്ലിപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാലറി ബേസുള്ളവർക്ക് മാത്രമാണ് നമ്മുടെ ഇതിൽ അപ്ലൈ ചെയ്ത അപ്രൂവൽ കിട്ടുള്ളൂ. ആപ്ലിക്കേഷനൊക്കെ ജെനുവിൻ തന്നെയാണ്. ജെനുവിനാണെങ്കിൽ കൂടി ഈ ആപ്ലിക്കേഷൻസ് ത്രൂ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇവർ പറയുന്നുണ്ട് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലും എളുപ്പത്തിൽ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് വേറെയും കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതൊന്നും കിട്ടണില്ലെങ്കിൽ മാത്രം ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇനി വേറെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സബ്മിറ്റ് അടിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ മറ്റേ പെൻഡിങ്ങിലേക്ക് പോകും. അതിന് ശേഷം അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. മറ്റേ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടോ, അതിൽ നമുക്ക് ലോൺ അപ്രൂവലിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതിനുശേഷം പിന്നെ ഓട്ടോ ഡെബിറ്റ് എനേബിൾ ചെയ്യുക. ജസ്റ്റ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ട സെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ അത്ര അത്യാവശ്യമുള്ളവർ മാത്രം ഈ ആപ്ലിക്കേഷൻസ് ത്രൂ എടുക്കുക. നല്ല ഇൻട്രസ്റ്റും വരുന്നുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകളും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന് മുന്നേ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻസ് ത്രൂ ലോൺ എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക.